എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കായയുടെ ഈ പ്രാവശ്യത്തെ സന്ദേശമെന്നത് തന്നെ വേഗവും വേഗാനന്തര ലോകമൊക്കെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വേഗത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ വികസനത്തിനെ സാധ്യമാക്കാം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് തീർച്ചയായും കേരളം എങ്ങനെ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബഡ്ജറ്റ് വന്ന ദിവസമാണ്. ഒരുപാട് കാര്യങ്ങളിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ട ദിവസമാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എങ്ങനെ കേരളത്തിൻ്റെ വികസനം വേഗത്തിലാക്കാം, നമ്മൾ പല രാജ്യങ്ങളിലും അവിടെയൊക്കെ ഇത്രയും വർഷം മുമ്പ് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളെ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് സാധ്യമാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് അതിഥികളായിട്ടുള്ളത്. ശ്രീ അനുപംബിക, അദ്ദേഹം സ്റ്റാർട്ടപ്പ് മിഷൻ, നമുക്കറിയാം കേരളം രാജ്യത്തെ തന്നെ സ്റ്റാർട്ടപ്പ് ദൗത്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ 2 പതിറ്റാണ്ടോളമായി അങ്ങനെ ഒരു ശ്രമം, അല്ലെ അതിൻ്റെ ഒരു ശൈശവ ദിശയിൽ തുടങ്ങി അതെങ്ങനെ കൗമാരത്തിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ പോകുന്നൊരു ഘട്ടമാണ്. ഇപ്പോൾ നന്ദു ആണെങ്കിലും യുവാക്കൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ സാധ്യതകൾ തേടുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇദ്ദേഹം ശ്രീ വിനോദ് ശ്രീകുമാർ. നമ്മൾ പലപ്പോഴും ഇവിടുന്ന് ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നു, ചേക്കേറുന്നു എന്നുള്ള ടെൻഷൻ അടിക്കുന്ന കാലമല്ലേ, എല്ലാവർക്കും അറിയാം. നമ്മുടെ യുവാക്കളെല്ലാം വിദേശത്തേക്ക് പോകുന്നതാണ്. പക്ഷേ വിദേശത്ത് നേടിയത് നമ്മുടെ നാട്ടിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ശ്രീ വിനോദ് ശ്രീകുമാർ. അപ്പോൾ അവരെ ഇങ്ങനെ പല വിധത്തിൽ വരുന്ന ആളുകളെ എങ്ങനെ ചേർത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, സംസ്ഥാനത്തിൻ്റെ വളർച്ച, അതിലൂടെ രാജ്യത്തിൻ്റെ വളർച്ച, അതിലൂടെ നമ്മൾ മനുഷ്യരുടെ വളർച്ച എങ്ങനെ സാധ്യമാക്കാമെന്നാണ്. ഞാൻ അങ്ങയിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു വലിയ ദൗത്യം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ കമ്പനികൾക്കുള്ള സാധ്യത. അപ്പോൾ തിരുവനന്തപുരം പോലും ന്യൂ ട്രിവാൻഡ്രം ആയി കഴക്കൂട്ടം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 20 വർഷം പിന്നിട്ട ഈ ഒരു മിഷൻ, അതിൻ്റെ മിഷൻ എത്രത്തോളം എത്തിയെന്ന് അങ്ങ് കരുതുന്നു? ഇപ്പോൾ ഈ 20 വർഷം കൊണ്ട് നേടിയ വേഗമായിരിക്കില്ല, അടുത്ത 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ ഈ 20 വർഷത്തേക്കാളും വലിയ വളർച്ച നമുക്ക് നേടാനും കഴിയുമായിരിക്കും. എന്താണ് അദ്ദേഹത്തിന് അങ്ങയുടെ മനസ്സിൽ ഇതുവരെ നേടിയ വിജയവും ഇനി വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങളെ കാണുന്നത്? 20 വർഷം ആയിട്ടില്ല സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയിട്ട്, 10 വർഷമേ ആയിട്ടുള്ളൂ ഈ കറണ്ട് ഫോം ആൻഡ് ഷേപ്പിൽ. അപ്പോൾ കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവേ സംരംഭകത്വത്തോട് അത്ര അടുപ്പമുള്ള ഒരു സംസ്ഥാനമായിരുന്നില്ല, അല്ല അത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നില്ല കേരളം. ചില പോക്കറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് കാണുന്ന കിഴക്കമ്പലം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരുപാട് സംരംഭകരുണ്ടായിട്ടുണ്ട്. തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ, നാട്ടിക, ആ ഭാഗത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മലബാർ പൊതുവേ പണ്ട് തൊട്ടേ ട്രേഡിങ്ങിന് കുറച്ച് ഫേമസ് ആയിട്ടുള്ള, പക്ഷേ ഈ സ്ഥലങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, തിരുവനന്തപുരം, എറണാകുളവും ഒരു പരിധി വരെ ആക്ച്വലി നല്ല സംരംഭകരുണ്ടായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. പക്ഷേ ദർ ആർ സോ മെനി ഡിസ്ട്രിക്ട്സ് സംരംഭകത്വം ഒരു അക്സെപ്റ്റഡ് തൊഴിലായി നമ്മുടെ മാതാപിതാക്കന്മാർ പൊതുവെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൽ നിന്ന് മാറി ഇന്നിപ്പോൾ ഒരു കുട്ടി വന്നിട്ട് എനിക്കൊരു കമ്പനി തുടങ്ങണം എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹമായി കേരള സമൂഹം പതുക്കെ മാറി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ടുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ളൊരു സാമൂഹ്യ മാറ്റം നമ്മുടെ രാജീവ് മിനിസ്റ്ററൊക്കെ ഇടയ്ക്ക് പറയുന്ന പോലെ സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിട്ട് പറയാമെങ്കിൽ, പണ്ടത്തെ എല്ലാ സിനിമകളും സംരംഭകൻ വന്ന് പരാജയപ്പെടുന്ന സിനിമകളാണ്. അവസാനം അയാൾ ഗൾഫിലേക്ക് തിരിച്ചു, അതെ, അങ്ങനെ പോകുന്ന സിനിമകളാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി എൻ്റർപ്രനോർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല എന്താണ് ഈ വിജയ് സൂപ്പറും പൗർണമിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ചെറിയൊരു കിച്ചൺ തുടങ്ങി അത് വിജയിക്കുന്ന കഥയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമൂഹ്യ മാറ്റം കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതൊരു പരിധി വരെ ഫലവത്തായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി അത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇത് കണക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഇന്ന് സ്റ്റേറ്റിൽ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് 14,500 സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സർട്ടിഫൈഡ് എന്ന് പറയുന്ന 7,800 സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 7,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സ്റ്റാർട്ടപ്പുകളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു സാമ്പിൾ സർവേ പ്രകാരം ഒരു സ്റ്റാർട്ടപ്പ് ഓൺ ആൻ ആവറേജ് ഒരു 10 തൊഴിലുകൾ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 78,000 തൊഴിലവസരങ്ങളും നമുക്ക് ഈ സ്റ്റാർട്ടപ്പുകൾ വഴി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളോട് കേട്ടിട്ട് പറയാം. യെസ്, എനിക്ക് തോന്നുന്നു മുന്നോട്ടുള്ള ഇപ്പോൾ ശ്രീ വിനോദ് അദ്ദേഹം കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ എനിക്കാണ് നിങ്ങൾക്കിതിന് ശേഷം കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു.
അപ്പോൾ അങ്ങയുടെ ഇപ്പോൾ ഈ അമേരിക്കയിലെ ജീവിതം ഞാൻ ചിലത് വായിച്ചറിഞ്ഞതിൽ നിന്ന് നമ്മൾ ഒരു വളരെ പ്രതിസന്ധിയിൽ നിന്ന് അല്ലെങ്കിൽ ജീവിതം എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് പോലും കരുതാത്തിടത്ത് നിന്ന് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങളുമായി നടക്കുന്നവർക്ക് ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു പിന്തുണ നൽകാൻ കഴിയുന്ന നിലയിലേക്ക് അങ്ങേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പറയുന്ന പോലെ അത്ര രസകരമൊന്നുമല്ലോ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങുക. പറയുമ്പോൾ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് വിജയം നേടുമെന്ന് പറയും, തോറ്റ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ എങ്ങനെ അതിനെ നമുക്ക് മറികടക്കാം? മാനസികമായിട്ട് നമ്മൾ വളരെ പക്വതയും ധീരതയും ആർജിക്കേണ്ടതുണ്ട്. അങ്ങയുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഒരു സംരംഭകൻ എന്ന നിലയിലേക്ക് മനസ്സ് എത്തിയതും പ്രവൃത്തി എത്തിയതും വിജയം കണ്ടത്? Thank you for the opportunity to thank you for the opportunity to participate in this event. എനിക്ക് പറയാനുള്ളത്, ഞാൻ വളർന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് എന്നെ വളർത്തുമ്പം എൻ്റെ കുടുംബത്തിൽ ഞാനായിരുന്നു ഫസ്റ്റ് ബിസിനസ്സായിട്ട് നിലനിൽപ്പിക്കുന്ന ഒരു വ്യക്തി. അത് എൻ്റെ അച്ഛൻ പറയും, മോനെ നിനക്കൊരു ജോലി മതി. എനിക്ക് എന്നെ പഠിപ്പിച്ചത്, എടാ നീ ഒരു ജോലി നോക്കൂ, ജോലി മാറാൻ പാടില്ല. ഞാൻ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം അച്ഛനും അമ്മയ്ക്ക് അത് പൊതുവേ ഇഷ്ടമായിട്ടില്ല. പക്ഷെ നമുക്കൊരു ജീവിതത്തിൽ നന്നാവണം, ഒരു സ്പിരിറ്റ് കൊണ്ട് നമ്മളത് ചെയ്തു, ഇവിടം വരെ എത്തി. നമ്മളൊരു കഷ്ടപ്പാടിൽ വരുമ്പോൾ നമ്മൾക്കൊരു കുടുംബം, ഞാൻ ഐ വാസ് ദ എൽഡസ്റ്റ് ഇൻ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിൽ ഒരു ജ്യേഷ്ഠനായ അതിൻ്റെതായ ഉത്തരവാദിത്തം കൊണ്ട് ഞാൻ കുറേയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നത്, അത് എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. ആൻഡ് മൈ മെസ്സേജ് ഇസ് ദറ്റ് ഒരു ആൻട്രപ്രനോർ ഈസ് നോട്ട് അബൌട്ട് ആൻ ഐഡിയ. ഒരു ആൻട്രപ്രനോർഷിപ്പ് ഒരു ഐഡിയ അല്ല, ഫൈനാൻസ് അല്ല, ഫണ്ടിങ് അല്ല, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ല. ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു ആൻട്രപ്രനർ നോക്കി നിൽക്കില്ല. ഞാൻ പറയുന്ന ആൻട്രപ്രനോർഷിപ്പ് ഈസ് അബൌട്ട് ദ സ്പിരിറ്റ്. If you have the spirit, the funding will come. If you have the spirit, the customers will come. You will be able to develop the product. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ദിവിഷ് പറഞ്ഞ പോലെ ഇവിടുന്ന് ആൾക്കാർ വേറെ രാജ്യത്തിലേക്ക് ജോലി നോക്കി പോകുന്നു. അത് കാരണം നമ്മുടെ സമൂഹ അവസ്ഥയിൽ നമുക്കതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞങ്ങൾ ഇക്വിലിബ്രിയം ക്യാപിറ്റൽ തുടങ്ങുമ്പം എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്യാപിറ്റൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ വിചാരിക്കുന്ന ഹൈടെക് ആവാം, AI ആവാം, എല്ലാം കൂൾ സെക്ടേഴ്സ് ആവാം. പക്ഷേ ഈ കൂൾ സെക്ടേഴ്സ് എല്ലാം നമ്മളെല്ലാവരെയും നമ്മളെ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു പ്ലംബറോ ഒരു കാർപ്പൻറ്ററോ ഒരു പെയിൻറ്ററോ വരുന്നത് ഈ AI സ്റ്റാർട്ടപ്പിൽ നിന്നല്ല. ഈ സാധാരണ മനുഷ്യന്മാർ, what I call it as the most important sector, the vital sector എന്നാണ്. ആ സെക്ടറിലേക്ക് പറ്റി ആരും ഒരു സ്റ്റാർട്ടപ്പ് പറയുന്നില്ല. എല്ലാം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മൈ ഐസ് ആർ ഓൺ സിലിക്കോൺ വാലി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എനിക്ക് USCയിലെ സ്റ്റാർട്ടപ്പിനെ ആ എൻവയോൺമെൻറ്റാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ പലയിടത്തും ഒത്തിരി കാശുകളുണ്ട്. ദർ ഇസ് സോ മച്ച് മണി ഫ്ലോട്ടിങ് ഇൻ ദ US ആൻഡ് ഇൻ അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ദാറ്റ് നമ്മൾ പറയും മണി ഈസ് എ കമോഡിറ്റി, ക്യാഷ് ഈസ് എ കമോഡിറ്റി എന്ന് പറയും. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാരണ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ വേണ്ടി വഴിയില്ലാത്ത ആൾ എങ്ങനെ ബിസിനസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് സാധിക്കില്ല. അയാളുടെ ലക്ഷണം എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെടുക, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ എൻവയൺമെൻറ്റ്, ആ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞങ്ങൾ ഇക്വിലിബ്രിയം ക്യാപിറ്റലിൻ്റെ എന്താ പറയുക, ഞങ്ങളുടെ DNA സ്ട്രക്ചർ തന്നെയാണ്. ലെറ്റ് മീ ടേക്ക് എൻ എൻട്രപ്രനോർ ആൻഡ് ടെൽ ഹിം ദാറ്റ് ലുക്ക്, you come here, you will not fail. 70% of the startups, anybody who starts a business in the first year, അവർ ഫെയിൽ ആവും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എൻവയൺമെൻറ്റ് മോശമായിട്ടും അയാൾക്ക് ക്യാപിറ്റലായിട്ട് അയാളുടെ സ്പിരിറ്റ് ബ്രേക്ക് ആവും. ആ സ്പിരിറ്റ് ബ്രേക്ക് ആകാൻ പാടില്ല. നമ്മളൊരു സക്സസ്സിന് നമ്മളൊരു 10 സ്റ്റെപ്പ് പ്രോസസ്സാണെന്ന് കരുതി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫസ്റ്റ് 1, 2, 3 സ്റ്റെപ്പിലാണ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. ആ സ്റ്റെപ്പിൽ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. അതിനുവേണ്ടി ക്യാപിറ്റൽ ആവാം, അതിനുവേണ്ടി ഗൈഡൻസ് ആവാം, എന്തെങ്കിലും വിഷമമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ കോർ ഒബ്ജക്റ്റീവ്. എനിക്കത് പറഞ്ഞ് ശരിയാണ്. 70% ആളുകൾ ഒരുപക്ഷെ പരാജയപ്പെടാറുണ്ട്. അത് പലവിധ കാരണങ്ങളാകാം. എനിക്ക് തോന്നുന്നു ഇതിലെ ന്യൂജൻ എന്ന നിലയ്ക്കും CA പ്രൊഫഷണൽ കൂടിയാണ് നന്ദു. അപ്പോൾ നന്ദുവിന് എല്ലാം ഈ സാമ്പത്തികമാണ് ഒരു പ്രധാന പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലൊരു അലങ്കാര മത്സ്യം ഒരാൾ വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ കൊള്ളാവുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ ഉടനെ തൊട്ടപ്പുറത്ത് 4 കടയും കൂടെ തുടങ്ങും. അതോടുകൂടി ഇവൻ്റെ കച്ചവടം പോവും, പിന്നെ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളുടെ സാധ്യത കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടുന്നൊരു ശീലം നമ്മുടെ നാട്ടുകാർക്കുണ്ട്. അന്ന് എൻ്റെ ഒരു വഴി കണ്ടെത്താൻ ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഈ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും വൈറ്റ് കോളർ എന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധ്യതകളാണ്. നമുക്കൊരു വാർത്ത വന്ന ഓർമ്മയുള്ള തൃശ്ശൂർ ഒരാൾ അടച്ചിട്ടിരിക്കുന്ന വീടുകൾ, കാട് പിടിച്ചൊക്കെ കിടക്കില്ല, ആളില്ലാതെ വരുമ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ നാട്ടിൽ അടച്ചു കിടക്കുക, അത് കൃത്യമായി മാസത്തിൽ വൃത്തിയാക്കുക,
കാർഡൊക്കെ വെട്ടിത്തെളിച്ച് എല്ലാം റെഡിയാക്കിയിടും. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ സമയമില്ല. ഈ നമ്പർ ഷെയർ ചെയ്തൊക്കെ നമുക്കറിയാം ഇഷ്ടമാതിരി വീടുകൾ അടഞ്ഞു കിടക്കുക. അപ്പോൾ മാസം ഒരു വീട്ടിൽ നിന്ന് 2000 രൂപ അദ്ദേഹത്തിന് ഇതൊന്ന് വൃത്തിയാക്കിയിടണതിന് കിട്ടിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനം എത്ര. അപ്പോൾ അങ്ങനെ പലവിധ സാധ്യതകളാണ് നമ്മൾ ഈ അല്ലാത്ത പോഷ് സംവിധാനം മാത്രമല്ല സ്റ്റാർട്ടപ്പിലുള്ളത്. അപ്പോൾ നന്ദു ഈ പറഞ്ഞതിൽ ഈ സ്പിരിറ്റ് ബ്രേക്ക് ആവുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചത് അതിൽ 70% നഷ്ടം. അതിൻ്റെ ഒരു പ്രധാന കാരണം മണി മാറ്റേഴ്സാണ്. കാരണം ഇതെങ്ങനെ മുന്നോട്ട് പോകും? ചിലപ്പോൾ പണയം വെച്ചും അല്ലെങ്കിൽ വീട് പ്രമാണം ബാങ്കിൽ വെച്ചിട്ടൊക്കെയാണ് ആളുകൾ പലതും തുടങ്ങുക. അപ്പോൾ ആ സ്പിരിറ്റ് ബ്രേക്ക് ആവാതെങ്കിൽ 10 രൂപ മുടക്കിയാൽ ആ 11 ഞാൻ എന്തായാലും എടുത്തിരിക്കും എന്ന് ഉറപ്പുണ്ടാവണം. ആ 10 ഞാൻ വെറുതെ അനാമത്ത് ചിലവാക്കില്ല, അടുത്തതിലേക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കുമെന്നുള്ളൊരു സെൻസ് വേണം. അതെങ്ങനെയാണ് ഒരു CA പ്രൊഫഷണൽ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന നിലയിൽ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു വേദി കിട്ടിയതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് ഈ രണ്ടുപേരുടെ നടുക്കിരിക്കാൻ പറ്റിയത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ മറ്റേ കാർഡ് വെട്ടുന്ന സ്വന്തമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നതിന് ഫണ്ടിങ് വേണ്ടാത്തതിന് നോ ഇഷ്യൂ, അതിനെ മാറ്റി നിർത്താം. പക്ഷെ അതർവൈസ് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു ഫണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് അത് എങ്ങനെ അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ തലവേദന. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 പാരലൽ സോഴ്സിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. പണ്ട് ഇതൊക്കെ വളരെ നമുക്ക് അടുത്തോട്ട് വരാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. നമുക്ക് ഒരൊറ്റ സോഴ്സ് ഉള്ളത് എന്തെങ്കിലും ബാങ്കിൽ പോവുക, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ്, ഇതാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഈ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വരുമ്പോൾ ഇപ്പോൾ ഇക്വിറ്റി, ഡെറ്റ്, ഇതിൻ്റെ ഒരു മിക്സ്, ഇതിനകത്തൊക്കെ പല രീതിയിലുള്ള ഫണ്ടിങ് വരും എന്നുള്ളതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഇപ്പോഴും ആൾക്കാർക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദർ ആർ സോ മെനി സോഴ്സസ് ദാറ്റ് വി നീഡ് ടു എക്സ്പ്ലോർ. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇപ്പോൾ പറയുന്നില്ല, ഒരു ഗവൺമെൻറ് ഇതിനകത്താണെങ്കിലും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ബാങ്ക്സ് ആണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് ചെറിയ മൈക്രോ ഈ പറയുന്ന ചെറിയ വ്യവസായങ്ങൾ തുടങ്ങാണ്ട് 10 ലക്ഷം രൂപ വരേണ്ട നോർമൽ ശ്രേണി 10 ലക്ഷം രൂപ വരെയാണ് സെൻട്രൽ ഗവൺമെൻറ് CGTMSE എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അത് 10 ലക്ഷം രൂപ വരെ ഈടൊന്നും വേണ്ട, ഒന്നും വെക്കാതെ കൊടുക്കാം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ബാങ്കിനെ സബ്മിറ്റ് ചെയ്തിട്ട് 99% ആൾക്കാരും ബാങ്ക് മാനേജറിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അവർ മാക്സിമം നിരുത്സാഹപ്പെടുത്തി വിടത്തുള്ളൂ. ബിക്കോസ് അവർക്കിത് റിസ്ക് എടുക്കാൻ വയ്യ, അവരത് ഒഴിവാക്കി വിടും. ഇതാണ് വന്നിരുന്ന പ്രവണത. എന്നത് ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോജക്റ്റ് അനലൈസ് ചെയ്യാനോ ഉള്ള ഒരു സാധനങ്ങളൊന്നും ഇല്ല, അതിനകത്ത് സെക്യൂരിറ്റി ഇല്ല എന്ന് കാണുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ ഓക്കെ ടാറ്റ എന്ന് പറഞ്ഞ് വിടുന്നതായിരുന്നു കണ്ടു വന്നിരുന്ന പ്രശ്നം. അപ്പോൾ അതിനകത്തുനിന്ന് മാറി ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് പ്രോജക്റ്റ് അനലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള പുതിയ ഏജൻസികളും അത് നോക്കാനും ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ കൂടെ ആൾക്കാർക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു താല്പര്യമുണ്ട്. പക്ഷേ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ്, ഞാൻ പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു ലിറ്ററസിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് പണ്ട് പശുവിനെ വളർത്തുക, ദാസനും വിചാരം കൂടെ പശുവിനെ വളർത്തിയ പോലെയാണ്. ഇതുപോലെയാണ് പശുവിന് ഇത്ര ലിറ്റർ പാല് വെച്ചിട്ട് ഒരു ദിവസം ഇത്ര എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കാൽക്കുലേഷനുണ്ട്. ആ കാൽക്കുലേഷനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരു 100 എക്സ്പെൻസുകൾ കാണും. അവസാനം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു മിച്ചം ഉണ്ടാവില്ല. ഇത് വെച്ചിട്ട് EMI ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ ആദ്യം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ എക്സ്പെൻസ്. ഇപ്പോൾ ടാക്സിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവത്തില്ല. GST എന്താണ്, ഇൻകം ടാക്സ് എന്ത് വരും, അതിനകത്ത് വേറെ എന്തെങ്കിലും സെൻട്രൽ എക്സൈസ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി കുറവുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളുകൾ മുതലേ പറയുന്നത് ചെറിയ രീതിയിലുള്ള നമ്മൾ ഈ പറയുന്ന, ഞാൻ ഒന്നിനും എതിരല്ല, പക്ഷേ എങ്കിൽ പറയും ഈ ചരിത്രങ്ങൾ പഠിച്ച് പഴയ കാര്യങ്ങളൊക്കെ പഠിച്ച് പല കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുതുമയിലോട്ട് പുതിയ കാലത്തിൽ എന്ത് വേണം എന്നുള്ള പല ബേസിക് മിനിമം ആയിട്ടുള്ള നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി എങ്കിലും കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന തലമുറയ്ക്കും കൊടുക്കാൻ പറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ കൂടെ ആൾക്കാർക്ക് ഒരു ബെറ്റർ ഐഡിയ ഉണ്ടാവും എന്താണ് ഇത് വേണ്ടതെന്നുള്ളത്. അപ്പം അത് ഇപ്പോഴത്തെ പുതിയ കാലത്തെ സ്കൂളുകളിൽ, അത് ഞാൻ തന്നെ ഒരു സ്കൂളിൻ്റെ ഭാഗമാണ്. ആ സ്കൂളിനകത്ത് ഈ പറയുന്ന എൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ സ്കൂളിൽ നമ്മൾ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പഠിക്കാൻ പറ്റുന്ന കരിക്കുലം കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മുടെ ഈ ബിടെക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പല ഇതിനകത്തും നമ്മുടെ ആക്ച്വൽ ഇൻഡസ്ട്രി ആയിട്ടുള്ള ബ്രിഡ്ജിങ് ഇല്ല. ഇപ്പോഴും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പലതും അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു തലവേദനയാണ്. അപ്പം ഞാൻ പറയുന്നത് ടെക്നിക്കലായിട്ടുള്ളത് പോട്ടെ, ഫിനാൻഷ്യൽ ലിറ്ററസി ഉൾപ്പെടെ വരാനായിട്ടുള്ള ഒരു ഇത് ഫ്രം ദ സ്റ്റാർട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉണ്ടാകണം. അതിനകത്തുനിന്ന് തന്നെ കുറേ കൂടെ നമുക്ക്
ആൾക്കാർക്ക് കുറേ കൂടെ അവയർനെസ് ഉണ്ടാകും, അപ്പോൾ അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. ഇതെന്ന് പറയുന്നത് മറ്റേ മാനത്ത് എഴുതി കൂട്ടി നമുക്കൊരു ഇത് വരുന്ന അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ ഫെയിലിയേഴ്സിനുള്ള ഇത് വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു അങ്ങേക്ക് കൂടുതൽ ഇതിൽ മറുപടി പറയാൻ കഴിയും. ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, നമുക്ക് സ്വപ്നങ്ങളുണ്ടാകാം, പ്ലാൻ ഉണ്ടാകും. അപ്പോൾ അത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു എങ്ങനെയാണ് ഇവർക്ക് ഈ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റിനെ കുറച്ചുകൂടി മികവുറ്റതാക്കാൻ വേണ്ടി അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു എക്സ്റ്റേണൽ സഹായം നമുക്ക് നൽകാൻ കഴിയും? അങ്ങനെ എന്തൊക്കെ പദ്ധതികളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു കീഴിൽ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്? ഓക്കെ, ഇതിൽ ഇപ്പോൾ ഫണ്ടിങ്ങിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. സാധാരണഗതിയിൽ ഒരാശയമുണ്ട്. അത് ഏറ്റവും മിനിമം ഒരു മുറുക്കാൻ കട തുടങ്ങണം തൊട്ട് എനിക്കൊരു വലിയ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങണം വരെ ഉള്ള അതിരുകളില്ലാത്ത ആശയങ്ങളുടെ കലവറയാണ് മനുഷ്യ ലോകമെന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ആശയം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു മാതൃക ഉണ്ടാക്കാനുള്ള അല്പം പൈസയാണ്. അപ്പോൾ ഈ പൈസ സാധാരണ എപ്പോഴും കിട്ടുന്നത്, കാരണം ആ സമയത്ത് നമ്മളെ ബാങ്കുകൾ ഹെൽപ്പ് ചെയ്യില്ല, വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ ഹെൽപ്പ് ചെയ്യില്ല, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ നമ്മളുടെ സഹായത്തിന് എത്തില്ല. അത് ഓൾമോസ്റ്റ് ഷുവറാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് 2 സഹായങ്ങൾ സാധാരണ കിട്ടുന്നത്. അതിലൊന്ന് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഫൂൾസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയാണ്, FFF എന്ന് നമ്മൾ വിളിക്കുന്നത്. അച്ഛനോട് പോയി പറയുന്നു, അച്ഛൻ എനിക്ക് ഇച്ചിരി പൈസ തരൂ, ഞാനൊരു കച്ചവടം തുടങ്ങാം, പോടാ എന്ന് അച്ഛൻ പറയുന്നു. കൂട്ടുകാരോട് പറയുന്നടാ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ സംഭവം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു, എന്തെങ്കിലും ഇച്ചിരി ചില്ലറ ഇടാമോ? അപ്പം ഞാനൊക്കെ എൻ്റെ ആദ്യത്തെ മൂലധനം അങ്ങനെയാണ് സമാഹരിച്ചത്. ഫൂൾസ്, നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നു, ഒരാൾ പ്രാഞ്ചിയേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആരെങ്കിലും കണ്ടെത്തി അയാളെ ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി പൈസ കണ്ടെത്താൻ കഴിയും. ഇത് മൂന്നും ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത്. ഗ്രാൻഡ് എപ്പോഴും ഫ്രീ മണിയാണ്. അപ്പോൾ ദർ ഇസ് നോ ലയബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇത്തരത്തിലുള്ള നിരവധി ഗ്രാൻറ്റുകൾ ഇന്ന് അവൈലബിളാണ്. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ക്രെഡിറ്റ് എന്ന് പറയുന്ന ചെറുകിട ഇടത്തരം സംരംഭകർക്ക് അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രവർത്തനം ആരംഭിക്കാനുള്ള ലോണുകൾ, ഇപ്പോൾ മുദ്ര അത്തരം ലോണിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആ ചെറിയ പലിശ നിരക്കിൽ 10 ലക്ഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ നമുക്ക് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് അവൈൽ ചെയ്യാൻ പറ്റും. So there are 3 options in which you can actually get the initial capital, which is friends, family and fools, grants that is given by multiple agencies, and the third one is the public sector banks, which is giving you money in a lower interest rate or interest subvention ഓടെ കിട്ടുന്ന പൈസ. അപ്പോൾ അതിൽ സ്റ്റാർട്ടപ്പ് മിഷൻ തരുന്ന കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ ഒന്ന് പറയാം. ഇതിൻ്റെ ഒരു വലിയ കമ്പൈലേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട്, നിധി പ്രയാസ് ഗ്രാൻഡ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ലോണുകൾ, ഇന്നൊവേഷൻ ഗ്രാൻറ്റുകൾ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇന്നൊവേഷൻ ഗ്രാൻറ്റുകൾ. ഇപ്പോൾ കർണാടകത്തിൽ ഡീപ് ടെക് കമ്പനികൾക്ക് വേണ്ടി അവർ 1000 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് 50 ലക്ഷം രൂപ വരെയുള്ള ഗ്രാൻറ്റുകൾ ഡീപ് ടെക് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ. ഡീപ് ടെക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹെവിലി ബേസ്ഡ് ഓൺ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ വരെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ഫ്രീ മണി അവൈലബിൾ. ഇവിടെ എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവർക്കും ഈ 15 ലക്ഷം രൂപ കിട്ടുമെന്നുമല്ല ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ആർക്കാണ് ഈ 15 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം കിട്ടുന്നത് എന്നുകൂടി ഞാനൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു ടെക്നോളജി ഉപയോഗിച്ച്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് IT മാത്രമല്ല. അത് മെറ്റീരിയൽ സയൻസ് ആവാം, കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് ആവാം, സസ്റ്റൈനബിൾ ടെക്നോളജീസ് ആവാം, IT ആവാം, റൊബോട്ടിക്സ് ആവാം, എന്തും ആയിക്കോട്ടെ, AI ആവാം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മളൊരു പുതിയ ഉൽപ്പന്നം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോസസ്സ് ടു ഡെവലപ്പ് എ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും അതുവഴി ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഉൽപ്പന്നമോ സേവനമോ എത്തിക്കുകയും അതുവഴി ഒരുപാട് പൈസ ഉണ്ടാക്കാനും കഴിയുന്ന കമ്പനികളെയാണ് ജനറലി നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ റവന്യൂ ഏകദേശം 0 ആയിരിക്കും എന്നുള്ളതാണ്, കുറച്ച് നാളത്തേക്ക്. അതിനുശേഷം അവരുടെ റവന്യൂ എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യണം. നമ്മുടെ ആ എക്സ്പൊണൻഷ്യൽ കർവ് ആയിരിക്കണം. നമ്മുടെ സാധാരണ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ 20% അല്ലെ 10%, 30% ഇയർ ഓവർ ഇയർ ഗ്രോത്ത് കൈവരിക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഹാസ് ടു ഗ്രോ എക്സ്പൊണൻഷ്യലി. y = e⁻⁴ എന്നുള്ള ഇക്വേഷനാണ്
അവിടെ നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ കാലയളവിൽ ഇപ്പോൾ ഈ 15 ലക്ഷം രൂപ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് grants.startupmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി നമ്മൾ ഈ പറയുന്ന കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ഐഡിയ, അതിനെപ്പറ്റിയുള്ള ഒരു പിച്ച് ഡെക്ക്, ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിക്ക് മുന്നിൽ നമ്മൾ നമ്മുടെ ആശയം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ എക്സ്പേർട്ട് കമ്മിറ്റി അപ്രൂവ് ചെയ്യുകയാണെങ്കിലാണ് ഈ 15 ലക്ഷം രൂപ കിട്ടുന്നത്. അത് ചിലപ്പോൾ 2 ഗഡുക്കളായി, ചിലപ്പോൾ 3 ഗഡുക്കളായിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം ഒറ്റയടിക്ക് നിങ്ങൾക്ക് 15 ലക്ഷം കിട്ടില്ല. നല്ല കമ്പനികൾക്ക് 7 ലക്ഷം ആദ്യം കൊടുക്കും, ബാക്കിയുള്ള 8 ലക്ഷം നിങ്ങളുടെ യൂട്ടിലൈസേഷൻ അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സർക്കാർ ഫണ്ടുകൾ എന്ന് ഞാനിത് പറഞ്ഞുകൂടാ സർക്കാരിലിരുന്നുകൊണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ്. സർക്കാർ ഫണ്ടുകൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ധനസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പാലം കെട്ടി 100 കോടി രൂപയുടെ പ്രോജക്റ്റ് ചെയ്തു. 100 കോടി രൂപ ഉടനെ എനിക്ക് എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ തരാം, തരാതിരിക്കാം. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കത് കിട്ടും. അത് സർക്കാരിൻ്റെ ഒരു അഷ്വേർഡ് ഗ്രാൻഡ് വിൽ കം ടു യു ഫോർ ഷുവർ, ബട്ട് നോട്ട് പ്രോബബ്ലി അറ്റ് എ ടൈം വെൻ യു നീഡ് ഇറ്റ്, വിച്ച് ഇസ് വൈ യു ഓൾസോ നീഡ് പ്രൈവറ്റ് പീപ്പിൾ ടു സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വിനോദിനെ പോലുള്ളവർക്ക് അത്തരത്തിലുള്ള ഒരു ഏഞ്ചലായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അതായത് സാധാരണഗതിയിൽ ഈ 15 ലക്ഷം ഇപ്പോൾ ഒന്നുമില്ല. ഒരു 25 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ ഒരു ടെക്നോളജി കമ്പനിയെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ആ സഹായം കൊടുക്കുന്ന ഏഞ്ചൽ നെറ്റ്വർക്കുകൾ നമ്മൾ ഓരോ ജില്ലകളും കേന്ദ്രീകരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് ടൈയുടെ കീഴിലുള്ള ഒരു ഏഞ്ചൽ നെറ്റ്വർക്കുണ്ട്. മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് മലബാർ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്. ഫിനിക്സ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്. ട്രിവാൻഡ്രം ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു 4 ഏഞ്ചൽ നെറ്റ്വർക്കുകളാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അത് കുറേയേറെ കാശുകാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ പറയുന്ന പിച്ച് ഡെക്ക് അയച്ചു കൊടുക്കും. അതിൽ ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് 2 കോടി രൂപ വരെയൊക്കെ റേസ് ചെയ്ത കഥകളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊച്ചി ബേസ് ചെയ്തൊരു ഓട്ടോണമസ് വെഹിക്കിൾ കമ്പനിയുണ്ട്, Roche.ai എന്നാണ് കമ്പനിയുടെ പേര്. റോഷ് റേസ്ഡ് ഓൾമോസ്റ്റ് 2 crores ഇൻ എ വീക്ക് ഫ്രം കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മുത്തൂറ്റ് അങ്ങനെയുള്ള പല ആൾക്കാരും അതിനകത്ത് പൈസ ഇടുന്നുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ആക്ടിവിറ്റി ഹാപ്പനിങ്. അപ്പോൾ അതൊരു ഇതാണ്. ഇനി അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണ്, നമുക്കിപ്പോൾ ഒരു $1 million, അതായത് ഒരു 10 കോടി രൂപ വേണമെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ പതുക്കെ ഒരു സീരീസ് എ റൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രീ സീരീസ് റൗണ്ടിലേക്കോ ഒരു വെഞ്ചർ ക്യാപിറ്റലിനെ അപ്രോച്ച് ചെയ്യുന്നു. അവിടെ കേരളം ഒരു പ്രത്യേക മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അതായത് സംസ്ഥാന സർക്കാർ തന്നെ ഏകദേശം 150 കോടി രൂപയോളം നിരവധി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ആസ് എ ലിമിറ്റഡ് പാർട്ണർ. അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൈസ അവരും തരും. അപ്പോൾ ഒരു 300 കോടി രൂപയുടെ കോർപ്പസ് കേരളത്തിലെ കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പല കമ്പനികൾക്കും ഇത് കിട്ടാറുണ്ട്. അപ്പോൾ ഫണ്ടിങ് നമ്മൾ നോക്കിയാൽ ഫ്രണ്ട്സ് ഫാമിലി ഫൂഡ്സ്, all the government grants that are available, the cheaper credits that is available from the banks, then comes the angel networks, then comes the venture capital network, and അതിന് മുന്നേ ഉള്ള വേറൊരു ഓപ്ഷനാണ് നമ്മുടെ KFC അല്ലെങ്കിൽ KSIDC പോലെയുള്ള സ്ഥാപനങ്ങൾ. അതായത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. ഇപ്പോൾ KFCയുടെ ഒരു പെക്യുലിയർ സ്കീം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു കമ്പനി നിങ്ങൾ തുടങ്ങി, നിങ്ങൾക്ക് 10 കോടി രൂപയുടെ ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക. പലപ്പോഴും നമ്മുടെ കയ്യിൽ ആ 10 കോടി രൂപ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു 3 കോടിയോ 4 കോടിയോ എങ്കിലും വേണ്ടി വരും. അത് നമ്മുടെ കയ്യിൽ കാണില്ല. അപ്പോൾ KFC കൊളാറ്ററൽ ഇല്ലാതെ തന്നെ ഈ up to 10 crores നമുക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ തരുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. CM എൻ്റർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് KSIDCയുടെ മറ്റൊരു പ്രോഗ്രാമുണ്ട്. എൻ്റെ ഓർമ്മ കറക്റ്റാണ്, ഏതാണ്ട് 10 കോടി രൂപ വരെ ലോണായിട്ട് നമുക്ക് കിട്ടും. അത് പിന്നീട് ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്കീമുകളുണ്ട്. അപ്പം KSIDC, KFC, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഏഞ്ചൽ നെറ്റ്വർക്കുകൾ, വെഞ്ചർ ഫണ്ടുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ സ്കീമുകൾ, ഇതാണ് നമുക്ക് ആദ്യകാലത്ത് ഒരു കമ്പനി തുടങ്ങാൻ അമാസ് ചെയ്യാൻ ശ്രമിക്കാവുന്ന സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. അതായത് അടിത്തറയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്, അത് നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്. ശ്രീ വിനോദ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് എന്തൊക്കെ സൗകര്യമൊരുക്കുന്നതാണ്. അപ്പോൾ അങ്ങയുടെ അനുഭവത്തിൽ അമേരിക്കയിലെ ഒരു രീതി എങ്ങനെയാണ്, അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കേരളത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സജഷൻസ് ഉണ്ടോ? സ്റ്റാർട്ടപ്പിനകത്ത് നമ്മൾ ബിസിനസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോട്ട് ഓഫ് ബിസിനസ്സസ് ഫെയിൽ ആവും.
പക്ഷേ ആ ബിസിനസ് ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ US ഒരു like Anup was saying, we have angel networks are there are venture capitals are there, and these venture capitals and angel networks not just merely provide money, but they also provide a lot of guidance and connections to acquire customers, to build systems, to hire people. അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അപ്പം ഞങ്ങൾ ഇക്വലിബ്രിയം ക്യാപിറ്റലിലേക്ക് ഞങ്ങൾ കിടക്കുമ്പം ഞങ്ങളുടെ ഇക്വലിബ്രിയം ക്യാപിറ്റലിൻ്റെ ഒരു ട്രയാങ്കിൾ philosophy ഉണ്ട്. That in any business you need three things. You need an entrepreneur who's at the core of it, with an idea, with an ambition, and അദ്ദേഹത്തിന് ഇത് ചെയ്യണം. പക്ഷേ ഇതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്, വൺ ഇസ് കസ്റ്റമർ ഓർ കൺസ്യൂമർ ആൻഡ് ദി അതർ ഇസ് ദ ക്യാപിറ്റൽ. അപ്പം ഞങ്ങൾ ഈ ഞങ്ങളിപ്പോൾ ഒരു അറൗണ്ട് 70 യൂണിറ്റ്സ് ഞങ്ങൾ കേരളത്തിൽ ഫണ്ട് ചെയ്തു, ചെറിയ ചെറിയ വ്യവസായങ്ങളെ ഫണ്ട് ചെയ്തു. അവർ ഫസ്റ്റ് ഇയർ 70 ഫെയിലാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് വെരി ഹൈ. വി ഹാവ് 95% സക്സസ് റേറ്റ്. ആൻഡ് ദ റീസൺ ഇസ് ബിക്കോസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വി ട്രെയിൻ ഹിം that you can't just go and start something on your own, be on your own. So we have a full set of infrastructure, some of which ഞങ്ങൾ already developed ചെയ്തു, and we are right now scaling infrastructures to say, what, when a new entrepreneur comes in, it is not about just the capital or some of the grants that say the Kerala government would give. It is not going to cut it. There are a lot of other moving parts. How do I acquire customer? How do I present myself? How do I market myself? What is the perception I want to create about my business in a competitive landscape? ഇതെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു അണ്ടർപ്രണറിന് ഇതറിയില്ല. ഞാനിത് എന്നോടിപ്പോൾ 30 years കൊണ്ട് ഞാൻ 16 at the age of 16 ഞാൻ ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. Almost 40 years I've done this. And if you ask me what is the one thing for success എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന, here are the 100 things you should not do. കാരണം ജീവിതത്തിന് പോലെയത് നമുക്ക് ഈ 100 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എനിക്ക് പറയാൻ പറ്റില്ല. ഒറ്റ ഒരു മന്ത്രം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ആ മന്ത്രം പഠിപ്പിച്ച് എല്ലാവരെയും സക്സസ്ഫുൾ ആക്കാം. അങ്ങനെയല്ലത്. അപ്പം നമ്മൾ നോക്കുന്നത് ആ പുതിയതായിട്ട് തുടങ്ങിയ ഒരു അംബീഷ്യസ് വ്യക്തി എന്തൊക്കെ തെറ്റുകൾ ചെയ്യും, അതിന് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പിറ്റ്ഫോൾസ് ഉണ്ട്, അതിനെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തൊരു കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് ലോട്ട് ഓഫ് ഇറ്റ് ഈസ് ലേൺ ഫ്രം അമേരിക്ക. ഞാനെപ്പോഴും പറയും, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു ടിമിഡ് ഷൈ എഞ്ചിനീയറായിരുന്നു. എനിക്ക് അറിയുന്ന ഒറാക്കിൾ പ്രോഗ്രാമിംഗ് അറിഞ്ഞിട്ട് ഞാൻ ഒരു കോർണർ ഇരിക്കുന്നു, വളരെ ഒരു ആവറേജ് കിഡ് ഇൻ ദ സ്കൂൾ. ഐ വാസ് നോട്ട് ദ ബ്രില്യൻറ്റ് കിഡ് ഇൻ ദ സ്കൂൾ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് പോയിട്ട് ആ എൻവയറമെൻറ്റ് എന്നെ ഒരു അണ്ടർപ്രണർ ആക്കി വെച്ചു. ഇറ്റ് മെയ്ഡ് എ മാൻ ഔട്ട് ഓഫ് മീ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പം ഇത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഡു ഇറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ ഡെട്രിമെൻ്റൽ ഫാക്ടേഴ്സ്? ദർ ആർ സെവറൽ തിങ്സ് ഇൻ ദർ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, if you have the supporting infrastructure, companies like us who believe that ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് രാവിലെ എണിച്ച് ഞാൻ പറയില്ല എനിക്ക് നെക്സ്റ്റ് $1 billion ഉണ്ടാക്കണം എന്നുള്ള എൻ്റെ സ്വപ്നം. കാശ് എത്ര വേണം, ആ കാശിന് എന്ത് വിലയുണ്ട്, ഏത് പരിധിവരെ കാശ് വേണം, അത് കഴിയാതെ നമുക്ക് പിന്നെ കാശിന് പുറമെ ഓർഡറിന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യം കൊണ്ട് ഞാൻ നോക്കുമ്പം ഞാൻ മാത്രം നന്നായാൽ മതി, എൻ്റെ കുട്ടികളുടെ കൂടെ ജീവിക്കുന്ന ആ സമൂഹത്തിൽ വേറെ കുട്ടികൾക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാവണം. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ രാവിലെ അടിച്ചിരിക്കുന്നത്. അത് ആ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഞങ്ങൾ ഇക്വലിബ്രിയം ക്യാപിറ്റലിൻ്റെ ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്ത്. ഞാൻ ഇക്വലിബ്രിയം എന്ന് പറയുമ്പം ഞാൻ സമാനവാദിയല്ല പറയുന്നത്, ഞാൻ എല്ലാവരും ഈക്വലായിട്ട് ജീവിക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു സൊസൈറ്റിയിൽ ഒരു റിച്ച് ആൾ വേണം, ഒരു പ്രോഗ്രസിങ് സൊസൈറ്റി വേണം. ആ പ്രോഗ്രസിങ് സൊസൈറ്റിക്ക് ഞാൻ പണ്ട് പറഞ്ഞ പോലെ ദിവേഷിനോട് ഒരു സാധാരണ ഒരു 21-year-old ടുഡേ ഒരു കേരളത്തിലെ ഒരു യങ് ആംബിഷ്യസ് പേഴ്സൺ, വെദർ ദാറ്റ് ഈസ് എ ബോയ് ഓർ എ ഗേൾ, അവർക്ക് വാടക കൊടുക്കാൻ കാശില്ല, എന്താ പറയുക, ഫുഡ് മേടിക്കാൻ, വീട് മേടിക്കാൻ പറ്റില്ല, കല്യാണം കഴിക്കാൻ പറ്റും, ആലോചിക്കുമ്പോൾ പേടി, കുട്ടികൾ ചെയ്യണം. ഇതെല്ലാം കൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥ കൂടെ നമ്മൾ ആൻട്രപ്രണർ ആവണമെന്ന് പറയുന്നത് അത് വലിയ ഒരു ടോൾ ഓർഡർ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ആൾക്കാർ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലി ആയാൽ മതി എന്ന് ഓടുന്നത്. അത് മാറ്റാൻ പറ്റും എന്ന് ഞങ്ങളുടെ ഒരു വിഷൻ കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഡൺ എ സ്മോൾ വർക്ക് ആൻഡ് വി വോണ്ട് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് ഇൻ not only in Kerala, in India, and more important in the United States. We believe that can be done. This same problem avada thannundi. See, the accumulation of money at the top level is a problem. You have a society where a lot of rich people are there and they should be rich. God bless them. പക്ഷേ ഒരു സാധാരണക്കാരന് എന്നെപ്പോലെ ഒരു അവസരം ഉണ്ടാവണമെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഞങ്ങളുടെ ഇക്വലിബ്രിയം ക്യാപിറ്റൽ വിഷൻ. എനിക്ക് തോന്നുന്നു അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പരുവപ്പെടുത്തുന്നതെന്നാണ്. നമ്മൾ അങ്ങ് പറഞ്ഞ പോലെ ആളുകൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ നമ്മുടെ ജീവിത പ്രതിസന്ധികളും ഇതെല്ലാം നമ്മുടെ പ്രയോറിറ്റികളെ നമ്മൾ മാറ്റി വയ്ക്കുന്ന ആളോ. പൊതുവേ കേരളത്തിലെല്ലാവരും ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഉണ്ടായൊരു മാറ്റമാണ്.
പ്രയോറിറ്റിയിൽ യാത്ര ഇടം നേടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊന്നും യാത്ര ചെയ്യാത്ത ആളുകളാണ്. യാത്ര ചെയ്യുന്ന ആഗ്രഹമുണ്ടാകും, പക്ഷേ സാമ്പത്തികം നോക്കുമ്പോൾ എഴുതി വരുമ്പോൾ 10ാമത് ഉണ്ടാവുള്ളൂ ലിസ്റ്റിൽ. അപ്പോൾ ആദ്യത്തെ, പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചാളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഉള്ള കാലം ലോകമൊക്കെ ഒന്ന് കണ്ട് ജീവിക്കണം എന്നുള്ളൊരു ഒരു ബോധ്യം ആളുകൾക്ക് വന്നതോടുകൂടിയാണ് യാത്രയ്ക്കൊക്കെ ഒരു പ്രിഫറൻസ്. അങ്ങനെയാണ് നമ്മളുള്ള കാലം ഏറ്റവും മനോഹരം. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും കൂടെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ അങ്ങനത്തെ ഒരു വലിയ ചിന്ത കൂടി ഓരോ സംരംഭത്തിൻ്റെ പിന്നിൽ ഉണ്ടാകണം എന്നുകൂടിയാണ് അത് സൂചിച്ചത്. നന്ദു, ഇപ്പോൾ ഈ പുതിയ ആളുകൾ വരുന്നത്, ഇപ്പം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പേ പോയത് നമ്മുടെ ഇവിടുത്തെ കുടിയേറ്റത്തിൻ്റെ ഒരു വലിയ തിരതള്ളലിന് മുമ്പേ പോയ ആളാണ്. ഇപ്പോൾ ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നന്ദുവിൻ്റെ ഇപ്പോൾ ഒരു ആ റേഞ്ചിലുള്ള ആളുകളും പലരും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നന്ദു എന്തുകൊണ്ട് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു? നമുക്കിവിടെ നമ്മുടെ സാഹചര്യങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവും പറയണല്ലോ, അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? എന്തൊക്കെ പ്രതിസന്ധികൾ ഒരു സംരംഭകൻ എന്ന നിലയിൽ ഇടയ്ക്കെങ്കിലും നന്ദുവിന് നേരിടേണ്ടി വരുന്നുണ്ട്? ഞാൻ പറഞ്ഞപ്പം ശരിക്കും ഞാനൊരു നിങ്ങളിലെ ഇവരല്ലാതെ ഞാൻ ശരിക്കും നിങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് നെഗറ്റീവ്സ് ചിലപ്പോൾ വന്നു, അത് സ്വാഭാവികമാണ്, അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഞാൻ അത്യാവശ്യം നല്ലൊരു ജോലിയിൽ ഡെലോയിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ, അതായത് ഇൻ്റർനാഷണലി തന്നെ ബിഗ് 4 എന്നറിയപ്പെടുന്ന ഒരു ഓഡിറ്റ് ഫേമിലാണ് കുറേ കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സംരംഭം തുടങ്ങണം എന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്കാണ് ജോലി രാജിവെച്ച് ഞാൻ ഇറങ്ങുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെർമോ പെൻപോൾ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഞാനിത് പറയുന്നത് എൻ്റെ ഒരു അനുഭവം കേട്ടോ, അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കണക്ട് ചെയ്ത് പറയാൻ പറ്റും. തെർമോ പെൻപോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടൊരു കമ്പനിയുണ്ട്. ആ കമ്പനി എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, ഒരു ജാപ്പനീസ് കമ്പനിയാണ്. അവർ ചെയ്യുന്ന ബ്ലഡ് ബാഗുകൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവരിവിടെ അവരുടെ പ്ലാൻ കപ്പാസിറ്റി ഡബിൾ ചെയ്തു. ഇവിടെ തിരുവനന്തപുരത്താണ് എനിക്ക് എന്നെ കൊണ്ടൊന്ന് കാണിക്കുകയൊക്കെ ചെയ്തു അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയൊക്കെ. അപ്പോൾ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി വന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതമായിരുന്നു. അപ്പം അത് കണ്ടത്, അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഇവിടെ മാനുഫാക്ചറിങ് വളരെ ലിമിറ്റഡാണ്. നമ്മൾ മറ്റുള്ളിടത്തു നിന്ന് സാധനങ്ങൾ വരണം ഇവിടെ എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു ജാപ്പനീസ് മോഡൽ കമ്പനി ഇവിടെ വന്നിട്ട് ഇവിടെ ഇത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇവിടെ കൂട്ടുന്നിട്ട് ഇവിടുന്ന് അവർ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ എനിക്ക് ഭയങ്കര കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന മാനുഫാക്ചറിങ് ഫെസിലിറ്റി സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വെയർ ഹൗസ് കണ്ടീഷൻ വേണം. അത് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു ഒരു സംസാരത്തിൽ വന്നപ്പോഴത്തേക്ക് വന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 35,000 സ്ക്വയർ ഫീറ്റ് ഒരു വെയർ ഹൗസാണ് ഫോർ ഇനിഷ്യൽ സ്റ്റേജിൽ ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാനും വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അതിന് ഫണ്ടിങ് വേണം. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കിട്ടിയ പേര് KSIDC ആണ്. അങ്ങനെ KSIDC ആയിട്ട് ഞാൻ സമീപിച്ചപ്പോഴത്തേക്ക് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, കുറേ ക്ലിയറൻസ് വേണം. അപ്പോൾ അവർ ആ സമയത്ത് തുടങ്ങിയിരുന്ന ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഇനിഷ്യേറ്റീവാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസിലിറ്റി. അതായത് നമുക്ക് ഈ തുടങ്ങാൻ വേണ്ടുന്ന സാധനങ്ങളുടെ എല്ലാം ഒരു ക്ലിയറൻസുകൾ നമുക്ക് വേവ് ചെയ്ത് തരുന്നു താൽക്കാലികമായിട്ട് 3 വർഷത്തിനുള്ളിൽ നമ്മൾ എടുത്താൽ മതി എന്നുള്ളതാണ് വരുന്നത്, വിച്ച് ഈസ് എ വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓക്കെ കേരളം കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, എനിക്ക് കിട്ടുന്നു. അതിനകത്ത് സ്ക്രൂട്ടിനിയോ കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഞാൻ ഇത് വെച്ചിട്ട് ലോണിന് അവിടെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കോൺട്രാക്റ്റ് ഇവിടെ അവർ വളരെ പോസിറ്റീവായിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കണ്ടീഷനുണ്ട്, കമ്പനിയായിട്ട് ഫോം ചെയ്യണം, ഇതിനകത്ത് 2 ഡയറക്ടേഴ്സ് വേണം, അവർക്ക് ഇത്ര പ്രായത്തിന് അടിയിലായിരിക്കണം, അങ്ങനെ കുറേ കണ്ടീഷനുണ്ട്. അതെല്ലാം ക്ലാരിഫൈ ചെയ്തു. ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി, എനിക്ക് തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം ചെയ്തു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് പല വട്ടമായിട്ട് കയറി ഇറങ്ങി കാലങ്ങൾ കടന്നുപോയി, ഫണ്ട് കിട്ടുന്നില്ല, ഇവരോട് പറഞ്ഞ സമയം കഴിയുന്നു, ഇവർ തുടങ്ങണം വർക്ക് പറ്റുന്നില്ല. ഫൈനലി ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പ്രോജക്റ്റ് ഫീസിബിൾ അല്ല എന്ന് ഒരുപാട് കൂലങ്കഷമായിട്ടൊക്കെ ഇതൊക്കെ ആലോചിച്ചിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രോജക്റ്റ് ഫീസിബിൾ അല്ല. അപ്പോൾ ഞാൻ പെട്ടുപോയി. കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനത് എങ്ങനെ തുടങ്ങും എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, കൺവെൻഷണൽ ഇതിലോട്ട് പോവുക. ബാങ്കിൽ പോയി സംസാരിച്ചു, ബാങ്കിൽ അതേ പ്രോജക്റ്റ് തന്നെ വെച്ചു. ബാങ്ക് പ്രത്യേകിച്ച് പറഞ്ഞില്ല, അതിനുള്ള ഗ്യാരണ്ടി കൊടുക്കുക, അവർ തരും. ഓൺ എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാനത് എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവിടെ പോയിട്ട് കിട്ടിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത് വെച്ച് പണി തുടങ്ങുന്നു. പണി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ,
ഞങ്ങളെ അറിയിച്ചില്ല ഇത് എന്തിനാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഈ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് വാലിഡ് അല്ല. കാര്യം ഈ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ 35,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയാണെങ്കിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആപ്ലിക്കബിൾ അല്ല. ഇത് ഞാൻ ആ ഓൺലൈൻ സാധനത്തിനകത്ത് 35,000 സ്ക്വയർ ഫീറ്റിന് ഇട്ട് തന്നെയാണ് കൊടുത്തത്. ആ സിസ്റ്റം ഗ്ലിച്ചാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്തിനാണ് അവർ അപ്രൂവ് ചെയ്യുന്നതെന്നല്ല, അതിനുള്ള പൈസയും മേടിച്ചു. 10-30,000 രൂപ കണ്ട് ഫീസും ഉണ്ട്, അതും മേടിച്ചു. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പണി നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ കൺവെൻഷനിൽ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് അത്രയും സമയം പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ഈ പറയുന്ന സാധനം നോർമൽ രീതിയിൽ കൂടെ പോയി ക്ലിയറൻസുകൾ മേടിച്ച് പഞ്ചായത്തിൽ ഇതെല്ലാം വെച്ച് ഈ സാധനം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരു മെഡിക്കൽ ഗ്രേഡ് വെയർ ഹൗസാണ്. മെഡിക്കൽ ഗ്രേഡ് വെയർ ഹൗസിന് ചെയ്യണമെങ്കിൽ അവരുടെ സ്പെസിഫിക്കേഷൻ വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വെൻഡേഴ്സ് വേണം. അപ്പം അതും ഈ പറയുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വരുന്ന 3-4 കമ്പനീസ് ഉണ്ട്. അവർ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയുണ്ട്. അവരോട് സംസാരിക്കണം. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ച് കൊട്ടേഷനൊക്കെ എടുത്തിട്ട് പറയുമ്പോൾ പിന്നെയാണ് ഓരോരുത്തരായിട്ട് എനിക്ക് കൊട്ടേഷൻ, ഞാൻ നല്ലൊരു കൊട്ടേഷൻ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങോട്ട് വരാനായിട്ട്. അതെന്താ പറഞ്ഞാൽ അത് കേരളമാണ്, നമുക്കവിടെ പണിയാൻ പറ്റില്ല എന്നുള്ളൊരു സാധനമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം, ഇവരെന്താണ് ഈ പറയുന്നതെന്നും മനസ്സിലാവുന്നില്ല. ശരി, എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹയർ കൊട്ടേഷൻ എടുത്ത ഒരാൾ എന്തോ വരാൻ വില്ലിങ്ങായി അയാൾ വന്നു. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ ഇതാണ്. അപ്പം നേരത്തെ തന്നെ അവരുടെ ഫാക്ടറിയിലിട്ട് പണിഞ്ഞിട്ട് അതാ ഇവിടെ കൊണ്ട് അസംബിൾ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആക്കി വെക്കും. അപ്പം അവർ പൂനെ ഫാക്ടറിയിലെങ്ങാണ്ട് മാനുഫാക്ചർ ചെയ്തിട്ടാണ് ഇവരുടെ കൊണ്ടുവരുന്നത്. ടണ്ണ് കണക്കിന് ഉള്ള ഒരു ട്രെയിലർ എന്ന് പറയുന്നത് ഏകദേശം 20-30 ടൺ കാണും. അവർ ഇവിടെ വന്ന് കിടന്നപ്പോഴത്തേക്ക് 2 ലോഡ് വന്നു. അവർ അന്ന് രാത്രി ഈ ലോഡ് തിരിച്ചു പോകണം. കൊടി കുത്തി അവിടെ. ഇത് ഞങ്ങളെ അറിയിച്ചില്ല. ആരാണ്? ട്രേഡ് യൂണിയൻ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഇവർ കേരളത്തിലോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇത് പറഞ്ഞ്. ഒരു ലോഡിന് ഇത്ര രൂപ വെച്ച് തരാതെ ഈ സാധനം ഇറക്കാൻ പറ്റില്ല. അത്രയും രൂപ ഞാൻ ബഡ്ജറ്റ് ചെയ്തിട്ടില്ല. ഞാനതാ പറഞ്ഞത്, ഇത് ഇറക്കിക്കൊണ്ട് വരാനായിട്ടുള്ളൊരു സാധനം നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഇറക്കണം. പിന്നെ അവസാനം നമ്മൾ പലരെ കണ്ട്, മിനിസ്റ്റേഴ്സിനെ കണ്ട് ഒരു ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ലോക്കൽ നേതാക്കളെയൊക്കെ പിടിച്ചിട്ട് ഇവരുടെ അടുത്ത് ഇത് ചെയ്ത് ചർച്ചകൾ നടത്തി. അവരുടെ നേതാക്കളുമായിട്ട് അവസാനം ചർച്ചയായ അവർ പറഞ്ഞ പൈസ കൊടുത്താൽ ഇറക്കാം എന്നുള്ളതാണ് ചർച്ചയായത്. അതിൻ്റെ കുറേ ദിവസങ്ങൾ മാറി. എന്നിട്ട് അവസാനം അവർ ഇറക്കാൻ നേരത്ത് ഇതിന് പറയുന്ന നോക്കൂലി എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ഈ നോക്കൂലി എന്ന്. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി മറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത് ഇവരെ കൊണ്ട് ഇറക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇറക്കിക്കോളാം ഞാൻ പറഞ്ഞു. പക്ഷേ ഈ സാധനം അവർക്ക് ഇറക്കാനുള്ള എക്സ്പെർട്ടീസ് ഇവർക്കില്ല. ഈ ലോഡ് ഇത്രയും വെയിറ്റുള്ള സാധനമാണ്, അവർക്ക് കൈകാര്യം ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ക്രെയിൻ വേണം ഇതിന്. ക്രെയിൻ വന്ന് ഇതിനെ ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ ക്രെയിൻ വന്നിട്ട് ഈ വലിയ സ്റ്റീൽ സാധനമാണ്, അതിൻ്റെ സൈഡിൽ പോയിട്ട് ഇവരിങ്ങനെ കൈ ഇങ്ങനെ വെക്കും. എൻ്റെ വീഡിയോ ഉണ്ട്, ഭയങ്കര രസമാണ്. ഇതെല്ലാം ഇട്ടുവാണെങ്കിൽ അവരിങ്ങനെ നീക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോകും. ആസിഫ് അവരാണ് നീക്കുന്നത് പോലെ. ഇതിന് നോക്കുകൂലി എന്ന് പറഞ്ഞാൽ പോലും അവർ എടുക്കുന്ന എഫേർട്ടാണ്. ഇത് നിന്നപ്പോഴത്തേക്കാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് എന്താണ്, മഴ എന്ന് പറയുന്നത് ഒട്ടും ഈ പറയുന്ന പ്രഡിക്റ്റബിൾ അല്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മഴ തുടങ്ങുന്നത്. അവസാനം പറഞ്ഞു വന്ന് പറഞ്ഞതിൽ നിന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി പ്രശ്നമായി. ഇവർ ഈ പറയുന്നത് ഇത് കൊച്ചിയിലാണ്, ഇത് വിഴിഞ്ഞം മുന്നിൽ കണ്ടിട്ടാണ് ഇവർ ഈ പറയുന്ന സാധനമൊക്കെ ചെയ്തേക്കുന്നത്. കൊച്ചിയിൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ അവരുടെ ഭാഗം പ്രശ്നങ്ങളായി. അങ്ങനെ മൊത്തം പ്രശ്നത്തിൻ്റെ അകത്തൂടെ പോയി. അതായത് ഞാൻ പറയുന്നത് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു പഴയ സിനിമകളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും മറ്റേ ദാക്ഷായണി ബിസ്ക്കറ്റുമായിട്ട് മോഹൻലാൽ നടക്കുന്ന പോലുള്ള അവസ്ഥ തന്നെയാണ് എനിക്കുണ്ടായത്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതിൽ നിന്ന് എന്തെങ്കിലും മോശമാണെങ്കിലേ ഉള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആക്സസിബിളായിട്ട് കുറച്ചുകൂടെയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന മിനിസ്ട്രി ലെവലിലൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള എനിക്ക് പറ്റും, അങ്ങനെ കോണ്ടാക്ട്സ് പറ്റും. ഇതുപോലും ഇല്ലാത്ത പല ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഈ ട്രേഡ് യൂണിയൻ്റെ അവസ്ഥ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ബിക്കോസ് ഞാനൊരു ഫൈനാൻസ് പ്രൊഫഷണലാണ്, ഒരു ഡോക്ടറാണ്. ഞാൻ മനസ്സിലാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിരിക്കുന്ന ഇരിക്കുന്ന അവിടുത്തെ കടകൾ, അവിടെ ഓഡിറ്റ് കൊടുക്കുന്നത് ചിലപ്പോൾ അപ്പുറത്തുള്ള CA ഫേമിനായിരിക്കും കൊടുക്കുന്നത്. എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് തരണം, ഞാനിവിടെ ഓഫീസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന്? വേറെ ഒരു ഇതിനുമില്ല. ഇതിന് മാത്രം എന്താണ് ഈ പറയുന്ന പ്രിവിലേജ് ഉള്ളതെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇവരാരും ഈ പറയുന്നുള്ള കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ഇതൊക്കെ ഞാൻ മിനിസ്റ്ററിനെ കണ്ടപ്പോഴും പറഞ്ഞാണ്. KSIDCയുടെ അവിടെ ഉണ്ടായ അനുഭവം പറഞ്ഞാൽ ഇതൊക്കെ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ പ്രശ്നമാണ്. ഈ നടത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ ശീലമാണത്, അത് അവരുടെ പ്രിവിലേജാണ്. മാക്സിമം കയറ്റി ഇറക്കുക എന്നുള്ളത്. എൻ്റെ പൈസ ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ, മറ്റേ
സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിൻ്റെ ഒരു പ്രയോജനം എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവട്ടോ, ഇതെല്ലാം കറക്റ്റാണ്, കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പക്ഷെ മനുഷ്യരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് വിചാരിക്കുന്ന, സിംപ്ലിഫൈ ചെയ്യണമെന്ന് ഒരു രീതിയിലും വിചാരമില്ലാത്ത ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അതിനകത്തുനിന്നുള്ള ചില, ഇപ്പോൾ KSIDC ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ KFCയിൽ ചെന്നു, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് അവിടെ നിന്ന് കൈൻഡ് ഓഫ് ഈ പറയുന്ന പോലെ ലോൺ കിട്ടി. ചീഫ് മിനിസ്റ്റർ അസിസ്റ്റൻസ് ഇത് കഴിഞ്ഞിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്, ഒരു റെസ്റ്റോറൻ്റാണ് ഈഞ്ചയ്ക്കുള്ളൊരു പ്രോജക്റ്റ്. അപ്പോൾ അതിന് കിട്ടി. പക്ഷേ അതിനകത്തൊരു എനിക്ക് സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് കിട്ടിയത്. അവിടെയും ആ സ്കീമിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പൊണൻഷ്യൽ E= മറ്റേ ആ ഫോമുല വെച്ചിട്ട് പതുക്കെ ഗ്രോ ആവുള്ളൂ. പക്ഷേ ഈ സാധനം എനിക്ക് കിട്ടിയിട്ട് 4.5 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇത് പേ ചെയ്ത് തീർക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. അതിന് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ ആ ഗ്രാൻഡ് തരുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 4.5 കൊല്ലമുള്ളൂ. അപ്പോൾ KFCയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ അവിടുത്തെ സിസ്റ്റം സ്മൂത്തായിരുന്നു. പക്ഷേ അത് ഈ പറയുന്ന അവിടെ ആ ഡീൽ ചെയ്ത ഓഫീസറെ കൊണ്ടായിരിക്കാം. എല്ലായിടത്തും എവിടെ ചെല്ലുമ്പോഴും ആ ഇൻഡിവിജ്വൽ ആയിരിക്കും മേ ബി ഈ പറയുന്ന ഇത്. ആ ഇൻഡിവിജ്വലിൻ്റെ ബേസ് ഞാൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളാണ് എന്നിട്ട് നടത്തിച്ചത്, എന്നിട്ട് നടന്നില്ല കാര്യം, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. പഴയ സിനിമകൾ എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പഴയ ആരെങ്കിലും ജോലി വിട്ടിട്ട് വരണം എന്ന് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ 2 വട്ടം ഞാൻ പറയും, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി, ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴും ഉള്ള സിറ്റുവേഷൻ എന്നുള്ളത് ആണ് ഞാൻ പറയുന്നത്. ഇതാണ് ഒരു മനുഷ്യൻ്റെ അനുഭവമാണ് കേട്ടത്. ഇപ്പോൾ ഇതിൽ നമുക്ക് വേറെ ഒന്നും പറയാമല്ലോ. ഇങ്ങനെ അനുഭവമുള്ളപ്പോൾ നേരത്തെ പറഞ്ഞ ആ സ്പിരിറ്റ് നഷ്ടപ്പെടുന്ന അല്ലേ, ഒരു 70% സ്പിരിറ്റ് നഷ്ടപ്പെടുന്നു പോകുന്ന ഈ ഘട്ടത്തിൽ. ഇപ്പോൾ നന്ദു അത് പിന്നെയും ഫൈറ്റ് ചെയ്ത് പോകാൻ നിന്നുകൊണ്ട് അത്രയെങ്കിലും നിന്നു. മറ്റ് പലരും ഇതിൽ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, നമുക്കിപ്പോൾ വേറെ താങ്ങാൻ എന്തെങ്കിലും ഒരു പിന്തുണയ്ക്കാൻ സംവിധാനങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിച്ച് കടവും കയറി അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിനും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാറ്റം, ഒരുപാട് സംഭവങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്, സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ചെറിയ കാര്യങ്ങളായിട്ട് ആളുകൾക്ക് തോന്നും. പക്ഷേ ആ ചെറിയ കാര്യങ്ങളാണ് വലിയ തോതിൽ ആളുകളെ. എനിക്ക് അതിനകത്ത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ചിലർക്ക് അതിനകത്തുള്ള ലിബർട്ടി ഉണ്ട്. കാര്യം ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ഉള്ള കാര്യമായി പറയുന്നത്, ഇവിടെ ആരോഗ്യവകുപ്പുണ്ട്, ഈ പറയുന്ന നമ്മുടെ ലേബറിന് ഈ പറയുന്ന അങ്ങനെ ഒരുപാട് നോംസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ സാർ ഇപ്പോൾ നേരത്തെ പ്രൊമോട്ട് ചെയ്ത പോലെ ചായക്കട, തട്ടുകട, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അവർക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുമെന്നറിയോ? ഈ പറയുന്ന ഒരു റെഗുലേഷൻസും അവർ പാലിക്കേണ്ട, ഒരു സാധനവും ഇല്ല. നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന നമ്മളാണെങ്കിൽ ഇതെല്ലാം മുടക്കണം. സ്റ്റാഫിന് മറ്റേ റെഗുലേഷനുണ്ട്, അവർക്ക് ഈ പറയുന്ന ഹെൽത്ത് ടെസ്റ്റ് ചെയ്യണം, അവർക്ക് ESI ഉണ്ട്, PF, മറ്റേ എന്താണ് ടാക്സ് അടയ്ക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം, GST അടയ്ക്കണം. GST എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയ്ക്ക് മേളിൽ ടേൺ ഓവർ ഒരു വർഷം ഉണ്ടെങ്കിൽ GST അടയ്ക്കണം, രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇവിടെ ഉള്ള തട്ടുകടകളിൽ ഒരു ഭൂരിഭാഗം തട്ടുകടകളിലും 20 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം ഉണ്ടാക്കുന്ന തട്ടുകടകളുണ്ട്. ഒരാൾക്ക് പോലും GST രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഈ പറയുന്ന ഓരോ നിയമം എന്നുള്ളതും പ്രശ്നമാണ്. ചിലർക്ക് ആ പ്രിവിലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ പറയുന്ന അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന ഈ ചെറിയ കിട സാധനങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു സപ്പോർട്ടും ചിലപ്പോൾ വിജയിച്ചും പോകുന്നത്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ കേശവാസുരത്ത് ഇതേപോലെ ഒരു തട്ടുകടയുടെ ഒരു ഇതുണ്ട്. 2 ദിവസം അടപ്പിച്ചു, 3-ാമത്തെ ദിവസം തുടങ്ങി. അപ്പം അങ്ങനെ അതായത് ചില ആൾക്കാർക്ക് ഈ പ്രിവിലേജസ് വരികയും ചില ആൾക്കാർക്ക് പ്രിവിലേജസ് കിട്ടാതിരിക്കുന്ന സിറ്റുവേഷനും ഉണ്ട്. അത് ഇഗ്നോറൻസ് ആണ് ഞാൻ പറഞ്ഞത്. വലിയൊരു പ്രശ്നമാണ്. കുറേ രാഷ്ട്രീയ ഇടപെടലൊക്കെ സാധ്യമാക്കണം. എനിക്കാണ് സമയം 44 ചോദ്യങ്ങൾക്കുള്ള സമയം ആണെന്നു. ഹലോ, ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നന്ദു പറഞ്ഞതിനോട് ചെറിയൊരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം. കാരണം ടോപ്പിക് ഇന്നോവേറ്റ് കേരള എന്നായതുകൊണ്ടാണ്. ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. 35 വർഷം കോർപ്പറേറ്റിൽ, കുറച്ച് കാലം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്ത ലീഡർഷിപ്പ് ഓഡിയാണ് എൻ്റെ ഫീൽഡ്. അപ്പോൾ പണ്ട് ഞാൻ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പില്ലർ ടു പില്ലർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിലെ സ്പെസിഫിക് സിറ്റുവേഷനെ കറസ്പോണ്ട് ചെയ്തിട്ട് പിള്ളൈ ടു പിള്ളൈ അപ്രോച്ചാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫയൽ ഒരു പിള്ളേരുടെ അടുത്തുനിന്ന് ചെല്ലുമ്പോൾ അടുത്ത പിള്ളേരുടെ അടുത്ത് കൊണ്ടുപോകാൻ പറയും. സോ ഇറ്റ്സ് കോൾഡ് പിള്ളൈ ടു പിള്ളൈ അപ്രോച്ച്. നമ്മൾ ഇന്നോവേറ്റ് എന്നുള്ള ടോപ്പിക്കിൽ ഈ ബ്യൂറോക്രസി വലിയൊരു ഇഷ്യൂ ആണ്. എനിക്ക് നന്ദു പറഞ്ഞ പോലത്തെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ വയനാട്ടിൽ നിന്നുള്ള ആളാണ്. ഞാൻ അവിടെ ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളെ ചെന്ന് കണ്ടു, ഒഫീഷ്യലിൽ. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ എല്ലാ വെള്ളത്തിന് സെപ്പറേറ്റ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാങ്ക് വേണം, പിന്നെ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും ഗ്ലാസ് ആയിരിക്കണം. ഞാൻ ചോദ്യം അങ്ങനെയല്ല, ഈ സിറ്റിയിലുള്ള ഹോട്ടലിലൊക്കെ ഇതൊക്കെ ഉണ്ടോ? അതൊരു ചെറുകിട ആൾക്കാർ തുടങ്ങുമ്പോൾ മാത്രമേ ഇതേ ഉള്ളൂ. സോ വെൻ വി കം ബാക്ക് ടു ദ ടോപ്പിക്, ഇന്നോവേറ്റ് കേരള എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മൈൻഡ് സെറ്റാണ് മാറുന്നത്. ഞാനിപ്പം 30 വർഷത്തിന് ശേഷമാണ് കേരളത്തിലേക്ക്. ഐ ഡോണ്ട് ഫൈൻഡ് ദാറ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടേ ഇല്ല. ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ഞാൻ എൻ്റെ FB ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ്, കേരളത്തിൽ
സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി 20,000 crore ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രമുഖ വ്യക്തി ചീഫ് മിനിസ്റ്ററെ കാണാൻ വേണ്ടി അവിടുത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിഇഒനെ കൊണ്ടുവന്നു, വിദേശത്ത് സിംഗപ്പൂർ എന്നുള്ള. ആ മീറ്റിംഗ് 1 hour മീറ്റിങ്ങിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പം കൂർക്കം വലിക്കുന്ന ഒച്ച കഴിച്ച് അവിടെ നോക്കിയപ്പോൾ CM ഇരുന്ന് ഉറങ്ങുവാണ്. ഇന്നോവേറ്റ് കേരള. നമ്മുടെ മിനിസ്റ്റർ എത്ര പറഞ്ഞിട്ട് കാര്യം, ഞാനിവിടെ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്ങിന് വേണ്ടി ടെക്നോ പാർക്കിലെ ഡയറക്ടറെ നോക്കിയിട്ട് അവിടെ 250 കമ്പനികളെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന കൊട്ടിഘോഷത്തിനപ്പുറം 1 or 2 വലിയ അല്ലെങ്കിൽ 5 or 10 വലിയ കമ്പനികളല്ലാതെ ബാക്കിയെല്ലാം ഫാമിലി എൻ്റർപ്രൈസസ് ആണ്. നത്തിങ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇസ് റണ്ണിങ് ഇറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് പ്രൊപ്പഗാണ്ടയ്ക്ക് അപ്പുറം ഇഫ് യു വാണ്ട് ടു ഹാവ് ഇന്നോവേറ്റ് കേരള, ഈ നൊന്ന് പറഞ്ഞ സ്പെസിഫിക് എക്സാമ്പിൾ നമുക്കിവിടെ ചെരുപ്പ് കുത്തി മുതൽ പിന്നെ ഏറ്റവും വലിയവർക്ക് വരെ അസോസിയേഷൻ ഫെഡറേഷനാണ്. തമിഴ്നാട്ടിൽ 50 പൈസയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ കർണാടകത്തിലായിരുന്നു, കർണാടകത്തിൽ 50 പൈസയ്ക്ക് എനിക്ക് ഇടുന്ന ഫോട്ടോസ്റ്റാറ്റ് ഇവിടെ ഞാൻ എടുക്കണമെങ്കിൽ എനിക്ക് 4 രൂപ കൊടുക്കണം. എന്തിനാണ്? So we are just being proud of the fact that we are having very high standard of living, etc. But we are not worried about the cost of living, which is really being increased by the bottleneck created by the very own government with very own support. അപ്പോൾ ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ്. ആ സെയിം പേഴ്സൺ എന്നോട് പറഞ്ഞത് കർണാടകത്തിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരാൾ തുടങ്ങി. അവർ സൺഡേയിൽ അവരുടെ എല്ലാ സെക്രട്ടറീസിനെയും വെച്ചിട്ട് ഒരു കോൺഫറൻസ് റൂം ഓർഗനൈസ് ചെയ്യും, ഈവൻ ഓൺ എ സൺഡേ, സോ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് വാക്ക് ഇൻ ആൻഡ് ഗെറ്റ് എൻ ലൈസൻസ് വിത്ത് ഫ്രം ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ 1 hour. ഇവിടെ നമുക്ക് നടക്കുമോ? ഇവിടെ ഒരു പഞ്ചിങ് മെഷീൻ വെക്കാൻ നോക്കിയിട്ട് എന്താണ് അവസ്ഥ? So Innovate Kerala is very fine. We can speak about AI, we can speak about robotics, unless and until we are worried about the responsibilities and forget about the rights, we will never, with whatever technology, we will never improve. നമുക്കതിലും എക്സ്ക്യൂസ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ പ്രിസൈസ് ആയി ചോദിക്കണം ഇനി ചോദിക്കുന്നത്. താങ്ക് യു. I'm sorry, I didn't catch your name. What's your name? Binu. So, see, Binu, and I'll keep this short. I know we're short of time. See, Binu, your perspective that there are problems in Kerala. See, if you keep harping on it, and I'm not pointing at you in general, see, this creates a mindset that there are structural problems in our state, and therefore it dissuades entrepreneurs from pursuing. അതങ്ങനെ ആവാം, ചിലപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ DNA അങ്ങനെ ആവാം. പക്ഷേ അത് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നിരാശപ്പെട്ടു പോകണു, എനിക്കൊന്നും ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. Within this current context, I think we can do a whole lot. I respectfully, I don't fully agree. And you can criticize the government, you can criticize the system, but I don't think that's what makes sense. You and I can have a discussion after this meeting, because I would like to talk to you. No, Mr. And I want to be respectful of the time, because it's short of time. Just since you just addressed personally to me, I just clarify it. I do believe that every change has to come from within. Nobody can bring in change from outside. ആ ചർച്ച നമുക്ക് പോവാം. അടുത്ത ആരെങ്കിലും ചോദ്യം, സമയം കുറവ് വരണേ. നന്ദു പറഞ്ഞ ഹക്ക് ഫീ അതായത് നോക്കുകൂലി, അത് മാർക്സ് പറഞ്ഞ സർപ്ലസ് വാല്യൂ അപ്രോപ്രിയേഷന് ഈക്വലാണ് ഏകദേശം. ഇനി അനൂപ് അംബിക സാറിൻ്റെ സാർ, ഈ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടായിരിക്കും മലബാറിൽ നിന്നുള്ള പല ന്യൂസ് പേപ്പറുകളിലും 7,500 സ്റ്റാർട്ടപ്പിലെ മെജോറിറ്റിയും നഷ്ടത്തിലാണ്, ഗവൺമെൻറ് സഹായം ഇല്ലെങ്കിൽ പോയില്ല. സാറിനോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, സാർ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കാരണം ഐഡിയ ഉള്ള ആളുടെ മാർക്കറ്റ് സെൻസ് ഉണ്ടാവണമെന്നില്ല. സാറിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യേണ്ടത് അവർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ കൂടെ ഒരു അവയർനെസ് കൊടുക്കണം. കാരണം ഒരുപാട് ഈ സാർ ആ റിപ്പോർട്ട് ശരിയാണോ? മലബാറിലെ ഒരു പത്രത്തിലാണ് ഞാൻ വായിച്ചത്, ഞാൻ ഉടുപ്പിയിലാണ്, അവിടെ വെച്ച് കിട്ടിയ പത്രത്തിൽ വായിച്ചപ്പോൾ 7,500 സ്റ്റാർട്ടപ്പിലെ മെജോറിറ്റിയും നഷ്ടത്തിലാണ്, ഗവൺമെൻറ് സഹായിച്ചില്ലെങ്കിൽ അവരെല്ലാം പോകും. പക്ഷേ ഈ ഫെയിലർ ടെൻഡൻസി അമേരിക്കയിലാണെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കും. കാരണം ഈവൻ ഗൂഗിൾ പോലും ഫെയിൽഡ് അറ്റംപ്റ്റ് ആയിരുന്നു. സർജി ബിന്നും ലാറി പേജും ഒരുപാട് നടന്നിട്ടുണ്ട്. സാറിൻ്റെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും എനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന്, ഞാനിപ്പോൾ വിനോദ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കും. സാർ ആ പറഞ്ഞതിനകത്ത് ഫാക്ച്വലി ഒരുപാട് എറേഴ്സ് ഉണ്ട്. ടെക്നോ പാർക്കിൽ 1-2 കമ്പനികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഫാമിലി ബിസിനസ് ആണെന്നൊന്നും പറയല്ലേ. ഐ സ്റ്റാർട്ടഡ് എ കമ്പനി ഇൻ ടെക്നോ പാർക്ക്. ഐ വാസ് ദ സെക്രട്ടറി ഓഫ് GTech. I know exactly how many companies have done extremely well from first-time entrepreneurs in Technopark. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമുകൾ ഈ അടുത്തിടയ്ക്ക് ഞാൻ പറയാം, ഒരെണ്ണം 2,000 കോടി രൂപയ്ക്കും വേറൊരെണ്ണം ഏതാണ്ട് 4,000 കോടി രൂപയ്ക്കും 2 ഫസ്റ്റ് ടൈം ഓൺടർപ്രണേഴ്സിൻ്റെ കമ്പനികൾ ടെക്നോ പാർക്കിൽ നിന്ന് വാങ്ങിച്ചു. ഇതെത്ര പേർക്കറിയാം ഇവിടെ? ആ എൻ്റെ കൂടെ എൻ്റെ അതേ സതീർത്ഥ്യർ എന്ന് പറയാവുന്ന അതേ സമയത്ത് പഠിച്ച ഓരോ ആൾക്കാരും ഇന്ന് 500 കോടി രൂപ വെൽത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. IBSഉം സൺടെക്കും ആക്സിയയും അലയാൻസും പോലെയുള്ള വലിയ കമ്പനികൾ വേറെയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ നമ്മളൊന്നും ആയിട്ടില്ല
എന്ന് പറഞ്ഞ് സ്വയം ഇകഴ്ത്തി കാണിക്കാനുള്ള നമ്മളുടെ ടെൻഡൻസി തന്നെ നമ്മൾ ആദ്യമേ ഒന്ന് കർട്ടൈൽ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്ക് ഈ ഭാഗത്ത് പറയാനുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം സാറിപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 KPIകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ലക്ഷ്യം? ഈസ് ടു ക്രിയേറ്റ് 15,000 സ്റ്റാർട്ടപ്സ് ആൻഡ് ടു ബ്രിങ് ഇൻ 10,000 crores വർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. 10,000 കോടി രൂപയുടെ നിക്ഷേപം സ്റ്റാർട്ടപ്പുകളിലേക്ക് കൊണ്ടുവരിക, 15,000 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിക്കുക. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് കൂടി ഞാൻ പറയാം. തുടങ്ങാൻ ആവേശഭരിതരായി നടക്കുന്ന ജനങ്ങളായിരുന്നില്ല മലയാളികൾ. ഒരു കമ്പനിയും തുടങ്ങാൻ തയ്യാറായി നടക്കുന്ന ആൾക്കാരായിരുന്നില്ല മലയാളികൾ. യു ഓൾ വാണ്ടഡ് ടു ഗെറ്റ് എ ജോബ്. എന്തുകൊണ്ടാണ് സർക്കാരിൽ ഒരു ഉദ്യോഗം വേണമെന്ന് ആൾക്കാർ പറയുന്നത്? കാരണം സർക്കാർ ഉദ്യോഗം ഉണ്ടെങ്കിൽ ഇപ്പം നന്ദു ഈ പറഞ്ഞ പോലെ വരുന്നവൻ്റെ അടുത്ത് മുട കാണിക്കാം, ഒരാളെ ഇട്ട് നടത്തിക്കാം, അയാളെ കഷ്ടപ്പെടുത്താം. അപ്പോൾ എന്തുകൊണ്ടോ ഞാനൊരു വലിയ ആൾ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉയർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. ലോകത്തുള്ള എല്ലാ സർക്കാരുകളും റെഗുലേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഫെസിലിറ്റേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഞാൻ ഇന്ന് ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിലോ കാലിഫോർണിയയിലേക്ക് പോവുകയാണെങ്കിലോ എ റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ദ ട്രേഡ് ഓർ ദ ഇൻഡസ്ട്രി വിൽ കം ആൻഡ് അക്കംപനി മീ ഷോയിങ് ദ സിറ്റി ആൻഡ് ഷോയിങ് മീ ദ പ്ലേസസ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ സ്കീംസ്. ഇവിടെ അതാവുന്നില്ല. അതാവാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യവസായ മന്ത്രി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ശ്രമിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദിവസത്തിനകം ഈ അപ്രൂവലുകൾ കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് പിഴയിടുന്ന രീതിയിലേക്ക് വ്യവസായ വകുപ്പ് മാറി. അപ്പോൾ തിങ്സ് ആർ ഹാപ്പനിങ്. സോ വി ഷുഡ് സീ അറ്റ്ലീസ്റ്റ് എ ബിറ്റ് ഓഫ് ദ ഗുഡ് തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് അറൗണ്ട് us ആൻഡ് നോട്ട് കംപ്ലീറ്റ്ലി ഡീറെയിൽ us ഫ്രം ദ പാത്ത് ദാറ്റ് വി ആർ ട്രൈങ് ടു ഡു. അതൊരു കാര്യം. രണ്ടാമത്തെ സാറ് ചോദിച്ച ഈ നമ്പറുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് ദാറ്റ് വെൻ യു സ്റ്റാർട്ട് 100 കമ്പനീസ് 90 കമ്പനീസ് ഫെയിൽ. സ്റ്റാർട്ടപ്പുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പുതിയതായിട്ട് തുടങ്ങുന്ന 100 കമ്പനികൾ 90 കമ്പനികളും ഫെയിൽ ചെയ്യും. ഒരു കമ്പനി സക്സസ്ഫുൾ ആവും. ഇതാണ് വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് 30% കമ്പനികൾ സസ്റ്റൈനബിൾ കമ്പനീസാണ്. അതായത് സുസ്ഥിരമായ സംരംഭകർ, അവർക്ക് സ്ഥിരമായി വരുമാനം വരുന്നു, അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതുന്ന 30% എൻ്റർപ്രൈസാണുള്ളത്. അതായത് 8,000 കമ്പനികൾ ഇന്ന് തുടങ്ങിയിട്ട് 7,800 കമ്പനികളാണ് ഞാൻ അവസാനം നോക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2,400 കമ്പനികൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലാണ്. അതിൽ 1,500 കമ്പനികൾ നല്ല രീതിയിൽ വരും. 100 കമ്പനികൾ വിച്ച് ഐ ക്യാൻ ഗ്യാരൻറ്റി ദാറ്റ് വിൽ ബിക്കം 100 crore കമ്പനീസ് ഇൻ ദ നെക്സ്റ്റ് 5 years. നേരത്തെ ആ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറഞ്ഞില്ലേ, ഈ 7,800 കമ്പനികളിൽ 100 കമ്പനികൾ 100 കോടി രൂപ റവന്യൂ ഉണ്ടാക്കുന്ന നല്ല കമ്പനികളാവും എന്നുള്ളത് ഞാൻ ക്യാമറയിൽ നോക്കി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പറയുന്നു. ബിക്കോസ് ഐ ഹവ് ഗോട്ട് എ ലിസ്റ്റ് ഓഫ് ദോസ് കമ്പനീസ് ആൻഡ് ദോസ് ആർ ദ കമ്പനീസ് ദാറ്റ് വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ഇൻ ദ ഡേയ്സ് ടു കം. ഹെൽപ്പ് ദം വിത്ത് ദ സ്കെയിൽ ഓഫ് ക്യാപിറ്റൽ. കാരണം ഏതൊരാൾക്കും വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കച്ചവടം തുടങ്ങുന്ന കച്ചവടക്കാരനാണ്. സത്യം പറഞ്ഞാൽ സർക്കാർ അതിനകത്തൊരു കൈത്താങ്ങാവുന്നു എന്നേ ഉള്ളൂ. സർക്കാരല്ല കച്ചവടം ചെയ്യുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റ് ഈ പറഞ്ഞ കാര്യം ഇതൊരു വളരെ ജെന്യുവിൻ ഇതാണ്. ഞാനൊരു കച്ചവടം തുടങ്ങാൻ വരുമ്പോൾ അതിനെ പൂട്ടിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. യു ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ. നിങ്ങൾക്ക് പെട്ടെന്ന് അപ്രൂവൽ കിട്ടുക, നിങ്ങൾക്ക് സ്ഥലം കണ്ടെത്തി തരിക, നിങ്ങൾക്ക് കിട്ടാവുന്ന ഗ്രാൻറ്റുകൾ പെട്ടെന്ന് നടപ്പിലാക്കുക, ലോണുകൾ ഈസ് കിട്ടുക, ഇതെല്ലാം സർക്കാരിൻ്റെ ജോലി തന്നെ, സർക്കാരിൻ്റെയും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയും ജോലിയാണ്. പക്ഷേ കച്ചവടക്കാരൻ തന്നെ ചെയ്യണം. നോബഡി ഈസ് ഗോയിങ് ടു ഡു ദ ബിസിനസ് ഫോർ യു, റൈറ്റ്? You have to do the business. You have to find the market. You have to build the product. You have to create a marketing strategy. അവിടെയാണ് വിനോദ് നേരത്തെ പറഞ്ഞ ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ, ഹാൻഡ് ഹോൾഡിങ്. അതായത് എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് പോവാം, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് അവതരിപ്പിക്കാം. ഓക്കെ, കൈ കാണിക്കണ്ട. ഒറ്റ ചോദ്യം കൂടെ ഉണ്ട്. Yeah, hi, good afternoon. Actually, my name is George Thomas, and the question is to Divish. I want to connect on to what Nandu said. I stay at Parithipara, and Nandu was mentioning about those Tattugadas that Keshavadasuram. See, avada ulla Tattugadal muzhuvanum, they park the Tattugada inside the lane where I stay, and our residential area secretary ആണ്. And how they got through, ഇപ്പോൾ നന്ദു പറഞ്ഞായിരുന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ബിക്കോസ് അവിടെ ഇരുന്ന് they are not supposed to be serving food, and that causes a lot of traffic jam. അത് how they overcome, ഞാൻ ആ തട്ടുകടക്കാരെ എല്ലാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, കൈക്കൂലി കൊടുത്താണ് they overcome that. Just to add to what Nandu said. And again, what Anup said is absolutely right.
the startup ecosystem in India, in Kerala is absolutely going fine. Ipam time shortage ullavan, I don't want to extend on that. Now the question is to Divish. What you should be doing, Divish, as part of the media is that നിങ്ങൾ ഈ സർക്കാരിൻ്റെ ഇൻഡെഫിഷ്യൻസീസ്, why don't you highlight on that? കാര്യം ഈ അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും where they have such a fantastic startup ecosystem is only because, not because of the private equities alone, because the government supports them, because they are the biggest organization. ആ ഗവൺമെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസീസ് മീഡിയ ഹൗസസ് ലൈക്ക് മാതൃഭൂമി ഷുഡ് ഹൈലൈറ്റ്, ആൻഡ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഐ കീപ് എ ഗുഡ് ട്രാക്ക് ഓഫ് യുവർ ന്യൂസ് പേപ്പർ. വൈ ഡോണ്ട് യു ഡു ദാറ്റ്? ദ ക്വസ്റ്റ്യൻ ഈസ് ടു യു. അല്ല, അത് വിമർശനാത്മകമായി പറയാം. പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ എല്ലാത്തിനും പോസിറ്റീവ്. സാധാരണ രീതിയിൽ പറയും, ഒരു 5 മരം നട്ടു, അതിൽ 2 എണ്ണം കരിഞ്ഞു പോയി, 3 എണ്ണം നന്നായി. പക്ഷേ മാധ്യമപ്രവർത്തകർ പെട്ടെന്ന് ഈ കരിഞ്ഞു പോയ 2 മരത്തെക്കുറിച്ച് പറയുള്ളൂ എന്ന് തമാശയായിട്ട് പറയും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ സ്വയം വിമർശനാത്മകമായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് നെഗറ്റീവിലേക്കാണ് നമ്മുടെ കണ്ണുകൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളെ നമ്മൾ പരമാവധി നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് ജനങ്ങളോട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ തട്ടുകട ഇഷ്യൂസൊക്കെ പലതവണ കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വാർത്തകളായിട്ടുള്ളതാണ്. അത് പിന്നീട് മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നുണ്ട്, പിന്നെ പക്ഷെ വീണ്ടും അതിൽ കളികൾ നടക്കുന്നു, മുന്നോട്ട് പോകാം. നമുക്ക് പക്ഷേ ഒരു വാർത്തയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ശബരിമല സ്വർണ്ണക്കോളയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ വാർത്തകൾ വരുമ്പോൾ അതിലേക്കും വഴി തിരിയും. ഒരു സെക്കൻഡ് തന്നെ എനിക്കൊരു കാര്യം നമ്മൾ യുവർ നെയിം ഇസ് ജോർജ് തോമസ്. ജോർജ്, you can do 10 years of hard work, right? Build something absolutely great, and one negative propaganda is going to wash away that 10 years of hard work, and media will have to ply a fine line between the positives and the negatives. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഹൃദയത്തിനെ വല്ലാതെ കൊണ്ട ഒരു ഹെഡ്ലൈൻ ഞാൻ പറയാം. സ്റ്റാർട്ടപ്പ് എന്നാണല്ലോ നമ്മളുടെ മിഷനെ വിളിക്കുന്നത്. കഴിഞ്ഞതിന് മുന്നിലത്തെ ആഴ്ച നമ്മളുടെ റേറ്റിംഗ് താഴേക്ക് വന്നു. മനോരമയുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഡൗൺ എന്നായിരുന്നു, ആരോ താഴോട്ടിട്ടുണ്ട്. സോ ബേസിക്കലി the impact that it has on the minds of the people who are looking at that caption and that arrow down is demotivation, and that demotivation is going to kill us as a society. We should get ourselves motivated. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ dejection applies to policy makers, the government also, right? It's not only for the entrepreneurs who are getting motivated, it is the government. ഇപ്പോൾ രാജീവ് മിനിസ്റ്ററെ പോലെ ഒരാൾ ഓടി നടന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉദ്യോഗസ്ഥരും അതുപോലെ മോട്ടിവേറ്റഡ് ആകുകയാണ്. ദ പോസിറ്റിവിറ്റി ഈസ് ഗെറ്റിംഗ് സ്പ്രെഡ്, ആൻഡ് ദാറ്റ് ഇസ് ഹൗ ദ സിസ്റ്റം ചേഞ്ചസ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കേരളം എങ്ങനെ മാറും ഫ്രം ഇൻസൈഡ് ഔട്ട്? അങ്ങനെയുള്ള പോസിറ്റിവിറ്റി വഴിയല്ലേ കേരളം മാറേണ്ടത്. നമ്മൾ നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ മുന്നോട്ട് പോവില്ല. മുന്നോട്ട് പോകണം. മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ്. ജനങ്ങളുടെ ഒക്കെ മനസ്സ് മാറേണ്ടതാണെങ്കിലേ ഈ മാറ്റം സാധ്യമാവുള്ളൂ. പറഞ്ഞോളൂ. ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് ഞാനിത് നെഗറ്റിവിറ്റി പറഞ്ഞാണെന്ന് വിചാരിക്കില്ല. അതായത് അല്ലല്ല, ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് അത് ഒരു കാര്യം ഐ ഷുഡ് സേ, കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇനിഷ്യേറ്റീവ്, ഞാനതാ പറഞ്ഞത്, ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണെങ്കിലും ഒക്കെ വന്നേക്കുന്നത് ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. അതിനകത്തൊരു മാറ്റമില്ല. ചേഞ്ചസ് ആർ കമ്മിങ്. പക്ഷേ ഗ്രൗണ്ടിൽ അത് ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റം സാധ്യമാവില്ല. കാരണം ഇതിങ്ങനെ ഒരു സ്വിച്ചായി കിടക്കുന്നുണ്ട്. എല്ലാവരും തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ഇത്രയും നല്ലൊരു സെക്ഷൻ നമുക്ക് വേണ്ടി പങ്കുവച്ച സ്പീക്കേഴ്സിനും ഇവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകർക്കും 1000 നന്ദി.